രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ പരാതിയാണ് കുട്ടികളെല്ലാം യൂട്യൂബ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെന്നുള്ളത്. ഇതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ സ്കൂളിലെ ഏറ്റവും നല്ല ലൈബ്രറിയാണ് നമുക്കുള്ളത്. ഒരുപാട് ബുക്കുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഷാഫി സാറിൻ്റെ അടുത്ത് ചെന്ന് ഒഴിവ് സമയങ്ങളിലെല്ലാം തന്നെ ബുക്കുകൾ ധാരാളമായി എടുക്കുകയും അത് വായിക്കുകയും ചെയ്യുക. സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ചിന്തിച്ച് നോക്കണം, എന്തുപകാരമാണ് നിങ്ങൾക്ക് അന്ന് കിട്ടിയത്. ഈ യൂട്യൂബ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഒരു റീൽസ് നിങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു വായന, ഒരു ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്ത് ഉപകാരം ഒന്നുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കൂടുതലായി വായന പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ ലൈബ്രറി കൂടുതലായി ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശയങ്ങൾ, ഐഡിയകൾ മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകും. പുതിയതേ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കും. പട്ടി വായിക്കാറുണ്ടോ? കാക്കയും കുയിലും പുഴുവും കൃമിയും സിംഹവും വായിക്കാറുണ്ടോ? ഇല്ല, മനുഷ്യന് മാത്രമുള്ളത്. അപ്പൊ എന്താ നിങ്ങളിപ്പോ എന്താ ഇവിടെ ഇരിക്കാൻ കാര്യം? അല്ലേ? പരിപാടി അവതരിപ്പിച്ച കുട്ടികളുണ്ട്, ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട്. മിടുക്കന്മാരും മിടുക്കികളും അല്ലേ? സുന്ദരികളും സുന്ദരന്മാരും എന്താണ് കൈ പിടിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയ കയ്യിലിരിക്കുന്ന വായിച്ചു നോക്കിയ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ പേപ്പറുകളും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. വായിക്കാൻ അറിയാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ വായിക്കാൻ അറിഞ്ഞെന്ന് വരില്ല. എന്നാലും ആ ഇതൊന്നും എടുത്ത് നോക്കണം. വായിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മളെന്തെങ്കിലും മക്കളൊക്കെ സ്നേഹിച്ചു തുടങ്ങും അല്ലേ? നമ്മുടെ ഈ മൊബൈലിന്റെ ഉപയോഗം കൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? എല്ലാവരും മൊബൈൽ കാണോ? സാബിത്ത് മൊബൈൽ കാണില്ല അല്ലേ? മൊബൈൽ കാണോ നമ്മള്? അപ്പൊ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ബുക്കുകളെല്ലാം എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. കുട്ടികളെ കഥകളെല്ലാം നിങ്ങളുടെ കയ്യിലില്ലേ? എല്ലാരും ബുക്കിങ്ങനെ നേരെ പിടിക്കും, ഇങ്ങനെ പിടിക്കും, അതുപോലെ പിടിക്കും. എന്നിട്ട് കാണിക്കണേ എല്ലാരും വരെ പഠിക്കും. മുഖം കാണണ്ടേ? ഇങ്ങനെ ഒത്തിരി ആക്കട്ടെ. അതിങ്ങനെ പാട്ടുകളെല്ലാം അങ്ങനെ പലതരം കഴിവാണ്. അക്ഷരമധുരം തുണയാനായി പുസ്തകവായന ശീലിക്കും. ഈ വായനാ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള വിമർശനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ചില പുസ്തകങ്ങൾ ഇടിച്ചു നോക്കേണ്ടവരാണ്, ചിലത് വിഴുങ്ങിയത്, അപൂർവ ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടത്. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തകവായന ശീലിക്കും. കള്ളനെ പോലെ മറഞ്ഞ കാറ്റ് മുൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിന്നയിഞ്ഞ. ഇന്ന് നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും. വായിക്കുന്നത് ഓരോ കവിതകളുടെയും വാക്കുകളും തന്നെ ഓരോന്നായി ഓർമ്മിച്ചിട്ട് വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചു വരുന്ന ദിനമാണ് ഇത്. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ നികർന്നിടണം. പുസ്തക ചങ്ങാട് കൂടെയുണ്ടാകണം, പുലരും മുതൽ നിദ്ര കഴുകും വരെ. പുസ്തക ചങ്ങാട് കൂടെയുണ്ടാകണം, പുലരും മുതൽ നിദ്ര കഴുകും വരെ. ഇവ സുന്ദരിക്കുന്നുണ്ടോ? അവളെ കണ്ടിട്ട് ഞാനത് നിന്നിട്ടും ഇല്ലാതെ പോലൊരു പെണ്ണാണ്. പാലക്കാടന്റെ നാട്ടിലെ സുന്ദരി പെണ്ണുണ്ട്,
അവനെ കണ്ടിട്ടും കാണാതെ കണ്ടിട്ടും മിണ്ടാതെ പോയൊരു പെണ്ണാണ്. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട, കടല സഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവൻ ആധാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും വിശക്കുന്ന മനുഷ്യ പുസ്തകം കൈകൊടുക്കുക, അതൊരു ആയുധമാണ് എന്ന് ബെർട്ടോൾട്ട് ബ്രെഖ്റ്റ് എന്ന പാശ്ചാത്യനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങളോട് വിരോധമുള്ളവർ അറിവിനോട് വിരോധമുള്ളവരാണ്. അറിവുള്ളിടത്ത് ആളുകൾ ചിന്തയുണ്ടാവുക. നന്മയുടെ വാടാമക്കളിനെ തിരിയുവാനും സംസ്കാരത്തിന്റെ സൗകര്യം തലത്തിടാനും എഴുത്തും വായനയും മനുഷ്യനെ പ്രാപ്തമാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളുടി വെട്ടുന്നാദം, ചില്ലുകളുടഞ്ഞു ചിതറുന്നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ കൊഴുതരു കാണാം.